പ്രിയമുള്ളവരെ, റാഫി അടൂരാണേ. ഞാനിപ്പോൾ നിൽക്കുന്നതേ ഒമാനിലെ തനൂഫ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. ജിന്നുകൾ ഇറങ്ങുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. മസ്കറ്റിൽ നിന്നും ഏകദേശം വെളുപ്പാങ്കാലം 6 മണിക്ക് തന്നെ ഞാൻ യാത്ര ആരംഭിച്ചു കേട്ടോ. ഇതാണ് റുസൈലിലെ റൗണ്ട് ബോട്ട്. നിസ്വയിലുള്ള തനൂഫിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 170 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു തനൂഫ് എന്ന ഗ്രാമത്തിലേക്ക് കേട്ടോ. ഈ നിസ്വ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഒമാൻ്റെ തലസ്ഥാനമായിരുന്നു. പിന്നീടാണ് ഈ ഒരു തലസ്ഥാനം മസ്കറ്റിലേക്ക് മാറ്റിയത്. ഇവിടെ ഒരു പഴയ ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ജിന്നുകളുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്ക്. ഇതാണ് ആ പഴയ ഗ്രാമം. പഴയ അവശേഷിപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജബൽ അക്സർ മലനിരകളുടെ അടിവാരത്തായിട്ടാണ് ഈയൊരു ഗ്രാമം, പഴയ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും കല്ലുകൾ കൊണ്ടൊക്കെയാണ് ഇവിടുത്തെ ഒരു മതിലും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു പാർക്ക് പോലെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു പഴയ പള്ളിയാണ് കേട്ടോ. പൊളിക്കപ്പെട്ട ഒരു പഴയ പള്ളിയാണ്. ഇതിവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ആ പഴയ ഒരു ഗ്രാമത്തിൻ്റെ അവശേഷിപ്പുകളാണ് കേട്ടോ. ബാക്കി വരുന്ന ഇതൊക്കെയാണ്. ഗൈസ്, രാത്രി കാലങ്ങളിൽ ജിന്നുകൾ യോഗം ചേരുന്നു എന്ന് പറയപ്പെടുന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പണ്ട് കാലങ്ങളിൽ ജനങ്ങൾ ആഭിചാരക്രിയയിലും അതുപോലെ തന്നെ കൂടോത്രം ജിന്നുകളെ ആവാഹിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ഇവിടം വിട്ടു പോയതിന് ശേഷം ഇവിടെ ആരും താമസിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാനോ വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും ജിന്നുകളുടെ രാത്രി യോഗം ചേരലും അതുപോലെ തന്നെ സമ്മേളനം നടക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ കുറച്ച് ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. ഇതെത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല കേട്ടോ. രാത്രിയിൽ ഒരുപാട് നേരം നായകൾ കുരയ്ക്കുകയും പൂച്ചകളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവിടെ ജിന്നുകൾ വന്ന് പോകുന്നെന്നാണ് ഇവിടത്തുള്ളവർ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നത്. പിന്നെ മനുഷ്യനെ പോലെ ജിന്നുകൾക്കും ആഹാരം ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ചിരി വരുമായിരിക്കും. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ജിന്നുകൾ കഴിക്കുന്നത് എല്ലുകളും ഉണങ്ങിയ ഇറച്ചിയൊക്കെയാണെന്നാണ് കേട്ടറിവ്. ഇതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ, ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ഗ്രാമത്തിൻ്റെ ഈ ഒരു കാഴ്ചകൾ. ഒരുപാട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കാത്തവരാണ്. നമുക്ക് ഈ ഒരു കെട്ടിടങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു കാലഘട്ടങ്ങളിൽ അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ളവർ തന്നെ ആയിരിക്കണം. അത്യാവശ്യം പഴയ കെട്ടിടങ്ങളൊക്കെ നല്ല കെട്ടിടങ്ങളാണ് കേട്ടോ. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരുപാട് സാമ്പത്തികമായി പിന്നോക്കം നിന്നവരുടെ ഒന്നും വീടുകളല്ല കേട്ടോ. അതൊക്കെ അത്യാവശ്യം സാമ്പത്തിക ഭദ്രത ഉള്ളവരുടെയൊക്കെ വീടുകളാണ് ഈ കിടക്കുന്നതൊക്കെ. പൂർണ്ണമായും ഉരുളക്കല്ല് കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള വീടുകളാണിത് കേട്ടോ. ഒരുപാട് വീടുകളെ തിങ്ങി നിറഞ്ഞ് ഇന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ ഇവിടെ പെയ്യുന്നുണ്ട്. ആ മണ്ണ് വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ആ മണ്ണിൻ്റെ ഇതെല്ലാം മാറി കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ആ സംഭവം. എന്നുവെച്ചാൽ ഈ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ അടിക്കടിക്ക് ഭിത്തി പണിഞ്ഞേക്കുവാണ്. അപ്പം ഈ മണ്ണ് ഒലിച്ചു പോകും തോറും ആ കല്ലുകൾ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. ഉരുളക്കല്ലുകൾ വെച്ച് പണിഞ്ഞിട്ടുള്ള വീടുകളാണ് ഇവിടെ മൊത്തം.
ഇതുണ്ട്, ഇവിടെ നിന്നിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് ഈ ഒരു ഗ്രാമം കാണാൻ പറ്റും. ഇതൊരു ചെറിയ പഴയ പള്ളിയാണ്, ഇവിടുത്തെ പള്ളിയാണ്. എൻ്റെ മുകളിൽ കോളാമ്പിയൊക്കെ ഇരിപ്പുണ്ട്. രാത്രി കാലങ്ങളിൽ പട്ടി, പൂച്ച അതുപോലുള്ള സംഭവങ്ങൾ അതിൻ്റെയൊക്കെ കരച്ചിൽ കൂടുകയാണെങ്കിൽ ജിന്നുകൾ ഇവിടെ വന്ന് യോഗം ചേരുന്നെന്നാണ് ഇവിടെ പലരും വിശ്വസിക്കുന്നത്. ഗൈസ്, ഇപ്പോഴും ഇവിടെ ജിന്നിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇവിടുത്തെ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ആഭിചാരക്രിയകൾ, ഈ ജിന്നുകളെയൊക്കെ ആവാഹിച്ച് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കുറേ ആൾക്കാർ താമസിച്ച ഒരു ഗ്രാമമാണ്. അങ്ങനെ അവരുടെ എല്ലാം കാലശേഷം ഇവിടെ ആരും തിരിഞ്ഞു നോക്കാതായി. ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ കുറച്ച് പേര് മടിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വീടുകളും അല്ലെങ്കിൽ തന്നെ ഒരുപാട് റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കയറി വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ ശരിക്കും ഈ ഒരു ഗ്രാമം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഒറിജിനൽ കാരണം 1950 കാലഘട്ടങ്ങളിൽ ജബൽ അഖ്ദർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ഒമാനിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് സൈന്യം തകർത്ത ഒരു ഗ്രാമമാണ് ശരിക്കും ഇത്. പല അഭ്യൂഹങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ശരിക്കും ജിന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ ജിന്നുകളുണ്ട് എന്നാണ്. പന്ന ജിന്നും നല്ല ജിന്നും ഉണ്ട്. ശരിക്കും ഇവിടുത്തെ ഒരു കഥ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. സംഭവം ജബൽ അഖ്ദർ യുദ്ധത്തിനെ തുടർന്ന് ബ്രിട്ടീഷ് സൈന്യം തകർത്ത ഒരു ഗ്രാമമാണ് ഇത്. ഈ ജിന്നിൻ്റെ കഥകൾ പേടിച്ചിട്ട് ഇതുവഴി ആരും വരാനൊന്നും ഇരിക്കരുത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് വാദി തനൂഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ശരിക്കും നല്ല സീസൺ സമയത്ത്, മഴ സമയത്ത് നല്ല വാദിയൊക്കെ ഉണ്ടായി നല്ല കാഴ്ചകളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഈ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സത്യാവസ്ഥകൾ. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു പഴയ ഗ്രാമമാണ്, നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. ഒരു അവശേഷിപ്പായിട്ട് ഇതിങ്ങനെ നിലനിർത്തിയേക്കുവാണ്. പഴയ ഒരു ഗ്രാമം എന്നുള്ള രീതിയിൽ ഇവിടെ അവശേഷിപ്പായിട്ട് ഇങ്ങനെ നിലനിർത്തിയേക്കുവാണ്. ഇവിടുത്തെ ഒരു മരമാണ് കേട്ടോ, അത് പഴയ മരം കേട്ടോ. ഇതിനകത്തൊരു കായ കാണുന്നുണ്ട്. ഈ മരത്തിൽ കിളിക്കുന്നൊരു കായയാണ് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് അറിയത്തില്ല, നല്ല മണമൊക്കെ ഉണ്ട്. ഇതെന്ത് കായാണെന്ന് അറിയത്തില്ല. ഒരുപാട് നിപ്പുണ്ട് ഇതിനകത്ത്. ഒരു അപ്പൂപ്പൻ മരമാണിത്. ഇതുണ്ട്, ഈ നിൽക്കുന്നതൊക്കെ ആ ഒരു കായാണ്. ഇഷ്ടം പോലെ നിപ്പുണ്ട്. ഇത് ഈ വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാദി പോലത്തെ, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഒരു പ്ലേസാണ്. വെള്ളം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ മഴ കൂടുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം കൂടുന്നൊരു സ്ഥലമാണ്, ഒരു വാദിയാണിത്. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ നിന്ന് കെട്ടിയിട്ടേക്കുന്നിടത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്ന ഒരു കാഴ്ച ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഒരുപാട് വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കാഴ്ചയാണത്. ഇതുണ്ടോ, ഈ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇതുവഴി ഇങ്ങനെ ചാടും, വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അത് ഇവിടെ ഒരുപാട് സന്ദർശകർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇത് ഈ ഒരു പഴയ വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഇത് അടിപൊളി കുറേ പഴയ പാറകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇവിടെ ഈ വാദി കാണാൻ വരുന്നവർക്ക് സൗകര്യപ്രദമായി നിൽക്കാനും ഒക്കെ കെട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണിത്.
ശരിക്കും അതൊരു മതിലാണ് കേട്ടോ. അതൊരു ചെറിയ അരുവി പോലെ കെട്ടിയിട്ടേക്കുന്നതാണ്. ഈ ഹോളുകളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് അപ്പുറത്തെ സൈഡിലൊക്കെയൊക്കെ കടക്കാനുള്ളൊരു സംഭവമാണ്. പണ്ടത്തെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ കെട്ടിയിട്ടേക്കുന്നൊരു സാധനമാണ്. ശരിക്കും ഇവിടുത്തെ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരു ഗ്രാമം തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ളൊരു കഥയുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. മസ്കറ്റിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്ററോളം ഉണ്ട്. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒമാനിലെ പുതിയ കിടിലൻ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.